ചിത്തിരാര, ചോതി, വിശാഖമുക്കാൽ വരുന്ന തുലാക്കൂറുകാർക്ക് കഴിഞ്ഞ വർഷക്കാലം ധാരാളം നേട്ടങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും വർഷം തന്നെയായിരുന്നു. പൂർവിക സ്വത്തുക്കൾ കൈവശം വരുവാനും തൊഴിൽ മേഖലയിൽ അധ്വാനത്തിനനുസരിച്ചുള്ള റിസൾട്ട് ഇവർക്ക് എടുത്തൊരു വർഷക്കാലം തന്നെയായിരുന്നു. വീട്, വാഹനം മുതലായവ നേടിയെടുക്കുവാനും വിദേശത്തെ തൊഴിൽ തേടിയവർക്ക് അതെല്ലാം ലഭ്യമായ ഒരു വർഷക്കാലം തന്നെയായിരുന്നു. അതുപോലെ തന്നെ പ്രണയ സാഫല്യം ലഭിച്ച ഒരു വർഷക്കാലം തന്നെയായിരുന്നു. എന്നാൽ ഈ ജൂൺ 2 വ്യാഴമാറ്റത്തെ ഇവർ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. തൊഴിൽ രംഗത്ത് ഇവർ ഒരു വക്രബുദ്ധി വഴി ഒരു കുരുത്തക്കേട് കാണിച്ച് ഇവർക്ക് തൊഴിൽ നഷ്ടമാകുന്ന ഒരു അവസ്ഥ, അതായത് അമിതമായ ലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി ഒരു പക്ഷേ കൈക്കൂലി അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു സാഹചര്യം ഇവർക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വർഷം. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ ഈ വർഷക്കാലം ഇവർ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വർഷം വ്യാഴപ്രീതി വരുത്തി ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനവും വിളക്കുമാല പുഷ്പാഞ്ജലി, വിഷ്ണു സഹസ്രനാമം ഇവയെല്ലാം ജപിച്ച് വളരെ ശ്രദ്ധയോടെ കർമ്മരംഗം മുന്നോട്ട് പോകേണ്ടതാണ്. ഇത്രയും കഴിഞ്ഞ വർഷക്കാലം നേടിയൊരു ലാഭം, അത് മുഖേന ഒരു അഹങ്കാരം വന്ന് ഞാൻ ഈ പറഞ്ഞ ഒരു കുരുത്തക്കേടിലോട്ട് പോകാതിരിക്കുക. ഇത്രയും നാൾ വളരെ ഫാസ്റ്റായി മൂവിങ് ആയി പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇനി സ്ലോ ആയിട്ട് ഉള്ള വരുമാനം കൊണ്ട് തൃപ്തിപ്പെട്ട് ഈ സാഹചര്യത്തെ മറികടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലങ്ങളും മനസ്സിലാക്കി അതിനുള്ള പരിഹാരവും തേടേണ്ടതാണ്. അതുപോലെ വീടിന്റെ വാസ്തു കൃത്യമായി പാലിച്ച് ഈ കാലഘട്ടത്തെ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കേണ്ടതാണ്. ഏവർക്കും വിഷു ആശംസകൾ.